ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 293/2025 ജനുവരി മാസം 17-ാം തീയതി നടക്കാൻ പോകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ഉള്ളി കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ ഏകദേശം ഇതുവരെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് 21,965 പേരാണ്. സിലബസ് എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ സിലബസ് വളരെ ഈസി ആയിട്ടുള്ള സിലബസ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് PSC ചോദിക്കുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ്. ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കാണ്. പിന്നെ ബയോളജി, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 6 മാർക്ക്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 5 മാർക്ക്, കമ്പ്യൂട്ടർ 3 മാർക്ക്, ഇമ്പോർട്ടന്റ് ആക്ട് 5 മാർക്കുണ്ട്, കറണ്ട് അഫയേഴ്സ് 15, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്ക്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത് കുറച്ച് പുതിയ ടോപ്പിക്സ്, പുതിയതല്ല പഴയ ടോപ്പിക്സ് തന്നെയാണ്. അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഈ 5 മാർക്കിനാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടതെന്നുള്ളത്. റൈറ്റ് ടു പബ്ലിക് സർവീസ്, കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, അതിനകത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് മാത്രം പഠിക്കുക. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, അതിനകത്ത് സിവിൽ റൈറ്റ്സ് ആക്ട് 1987, SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989, കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആക്ട്, അങ്ങനെ പോകുന്ന കുറച്ച് ആക്ടുകളും. പിന്നെ വുമൻസുമായിട്ട് ബന്ധപ്പെട്ട IPC ആണ് തന്നിരിക്കുന്നത്. ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ അണ്ടർ IPC 1980-60 offenses affecting public decency and morality under IPC, Dowry Prohibition Act, IPC ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ചിൽഡ്രൻസ്, പോക്സോ പോലെയുള്ള ആക്ടുകൾ. പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988, അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടതും, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003, ലോക്പാൽ ലോകായുക്ത ആക്ട്, കേരള ലോകായുക്ത ആക്ട് 1999. പിന്നെ ഒരു ഡെഫിനിഷൻ ആണ് പബ്ലിക് സർവന്റിന്റെ ഡെഫിനിഷൻ. IPC-യിൽ പബ്ലിക് സർവന്റിന്റെ ഡെഫിനിഷൻ, ഒഫൻസസ് ബൈ ഓർ അഗൈൻസ്റ്റ് പബ്ലിക് സർവൻസ് അണ്ടർ IPC, അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985, അതുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്താണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്താണ്, അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ അവരുടെ പവേഴ്സ്, ഇത്രയാണ് 5 മാർക്ക്. അപ്പൊ തമ്മിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ 5 മാർക്കാണ്. ഈ 5 മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന പോർഷൻസ്. കേരള ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഈസിയാണ്, എക്കണോമിക്സ് ഈസിയാണ്, ഹിസ്റ്ററി അറിയാൻ വയ്യാത്തൊരു പുതുതായിട്ട് പഠിക്കാൻ നിൽക്കേണ്ട, ബാക്കി എളുപ്പം സ്കോർ ചെയ്ത് ടോപ്പിക്സ് കുറവുള്ളത് പഠിച്ചു പോവുക. ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ കിടപ്പ്, ഫിസിയോഗ്രഫിയും, അതായത് നമ്മുടെ ഈ ഒരു റിവേഴ്സ്, നോർത്തേൺ ഗറേറ്റിയൻ പ്ലെയിൻസ്, അത് പഠിക്കുക. പിന്നെ ബേസിക് ജോഗ്രഫിക്കകത്ത് എർത്തിന്റെ സ്ട്രക്ചറും അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോം, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ഇത്രയും പോർഷൻസ് എല്ലാ പരീക്ഷകൾക്കും ചോദിച്ച് കാണാറുണ്ട്. അത്രയും പഠിക്കുക. അതിനുശേഷം എക്കണോമിക്സ് നിങ്ങൾ മാക്സിമം ഫുള്ള് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് GST പോലെയുള്ള കാര്യങ്ങൾ, നീതി ആയോഗ് പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എക്സാംസിന് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം നമ്മുടെ ചാനലിൽ പഴയ ക്ലാസ് തൊട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാനത് ടാഗ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരുമോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ താഴെ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.